ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ എൻ്റെ ഡ്രൈവിംഗ് ലൈസൻസ് ജേണിയാണ് ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്നത്. ഫോർ വീലർ ലൈസൻസ് എടുത്ത് ഞാൻ രണ്ടും രണ്ട് സമയത്താണ് എടുത്തത്, ഒരുമിച്ചല്ല എടുത്തത്. അപ്പോൾ നമുക്ക് ആദ്യം ഞാൻ ഈ ഫോർ വീലർ ലൈസൻസ് എടുത്തതിൻ്റെ ആ ഒരു ജേണി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണം. എനിക്കെന്ന് പറഞ്ഞാൽ നല്ലപോലെ പേടിയുള്ള ഒരാളാണ് ഞാൻ, ഭയങ്കരമായ പേടി. അപ്പോൾ അനാവശ്യ പേടി എന്ന് തന്നെ പറയാം, ആവശ്യത്തിനുള്ള പേടിയല്ല, അനാവശ്യമായ പേടി. ഓക്കെ, അപ്പം ആദ്യം നമ്മൾ റോഡിൽ ഇറക്കിയിട്ട് റോഡിൽ വണ്ടി ഓടിക്കാനുള്ള പേടി മാറ്റുകയാണ് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യമൊക്കെ എന്നെ വണ്ടിയിലെത്തി അങ്ങനെ ഓടിക്കുമ്പോൾ ഞാൻ ചെയ്യുന്നൊരു ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് പേടിയാന്ന് പറഞ്ഞല്ലോ, ഞാൻ മെല്ലെ ഓടിക്കണം, മെല്ലെ. ആ വണ്ടിയിട്ട് പറയും ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഇന്നും എത്തേണ്ടടുത്ത് എത്തില്ല, അതുകൊണ്ട് നീ സ്പീഡ് കൊടുക്കണം, ആക്സിലേറ്റർ കൊടുക്കണം എന്ന് പറയും. അപ്പോൾ ആക്സിലേറ്റർ കൊടുക്കണം എന്ന് പറയുമ്പോൾ എനിക്ക് പേടിയാണോ, ഞാൻ എന്ത് ചെയ്താലും കൊടുക്കില്ല. അപ്പോൾ ലാസ്റ്റ് നമുക്ക് ചീത്തയായിട്ട് ഇതാകുമ്പോൾ നമ്മൾ പതിയെ കൊടുക്കും. അങ്ങനെ പതിയെ കൊടുത്ത് വരുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മെയിൻ പ്രശ്നമാണ് വണ്ടി തട്ടരുത് എന്നുള്ള ചിന്തയാണ് മൊത്തം മൈൻഡിൽ കോൺഷ്യസ്, അതിനെക്കുറിച്ച് കോൺഷ്യസ് ആണ്. അതെല്ലാവരും ഇരിക്കും, അപ്പോൾ എനിക്ക് കുറച്ച് കൂടുതൽ കോൺഷ്യസ് ആണ്. ഞാൻ എന്ത് വെച്ച് കഴിഞ്ഞാൽ ലെഫ്റ്റിലേക്ക് ഇങ്ങനെ കൊടുക്കും. എൻ്റെ പരിപാടിയാണ്, ഞാൻ ലെഫ്റ്റിലേക്ക് കൊടുക്കും. ഇപ്പോൾ വണ്ടിയാണ്, അപ്പോൾ ലെഫ്റ്റിലേക്ക് വണ്ടി ഒതുക്കുന്നതിനനുസരിച്ച് വണ്ടി ലെഫ്റ്റിലേക്ക് ഇങ്ങനെ കയറി പോകുന്നത്. അപ്പോൾ അതിനകത്ത് നല്ല വഴക്ക് കിട്ടും. അത് പറയും ലെഫ്റ്റിലേക്ക് ഇങ്ങനെ ലെഫ്റ്റിലേക്ക് കയറ്റി ഓടിക്കാൻ പറ്റില്ല, വണ്ടി ഓടിക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ, ആ ലെഫ്റ്റിൽ ആ വൈറ്റ് ബോർഡർ കടന്നങ്ങ് പോരുതെന്നാണല്ലോ. അപ്പോൾ ഇങ്ങനെ ഓടിക്കാൻ പറ്റാന്ന് പറയും, അതിന് വഴക്ക് കിട്ടും. അങ്ങനെ ലെഫ്റ്റിലേക്ക് ഓവറായിട്ട് ഇറക്കാതിരിക്കണം, അങ്ങനെ അത് ശ്രദ്ധിച്ച് പിന്നെ അത് അങ്ങനെ അത് റെഡിയായി വരുമ്പോൾ പിന്നെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റൈറ്റ് സൈഡും നിന്നും ഓപ്പോസിറ്റ് നിന്നൊക്കെ വണ്ടി വരുമ്പോൾ ഞാൻ പെട്ടെന്ന് പാനിക്കായിട്ട് ഞാൻ സ്റ്റിയറിംഗിന് മുന്നിൽ കൈ എടുക്കും. ഞാൻ അയ്യോ അനിയേട്ടാന്ന് പറഞ്ഞ് ഞാൻ ഇരിക്കും, ഞാൻ സ്റ്റെയറിംഗിന് മുന്നിൽ കൈ എടുത്തിട്ട് അയ്യോ അനിയേട്ടാന്ന് പറഞ്ഞിരിക്കും. അതിന് അനിയേട്ടൻ നല്ല വഴക്ക് കിട്ടിയിട്ടുണ്ട്, അടിച്ചിട്ടില്ലാന്നേ ഉള്ളൂ. ഒരു പക്ഷേ ഇങ്ങനെ അടിച്ചിട്ടില്ലാന്നേ ഉള്ളൂ, നല്ല വഴക്ക് കിട്ടും. ആദ്യമൊക്കെ അങ്ങനെയായിരുന്നു. പക്ഷേ ഓടിച്ച് ഒരുപാട് ക്ലാസ്സുകൾ കഴിഞ്ഞിട്ടാണ് എൻ്റെ ആ ഒരു പേടി മാറി കുറഞ്ഞ് എനിക്ക് തന്നെ ഒരു എന്താ പറയുക ഒരു ഇത് വരില്ലേ നമുക്ക് കുടിക്കാം, അല്ലെങ്കിൽ എൻ്റെ പേടിക്ക് ഒരു കുറവുണ്ട്, അതൊരു സെൽഫായിട്ട് തന്നെ ഒരു റിയലൈസേഷൻ വരുമല്ലോ. അത് കുറച്ച് സമയം എടുക്കും, സാവകാശം എടുത്തു. അങ്ങനെ ആ റോഡിലെ പേടി ഒന്ന് ഒതുങ്ങി അല്ലെങ്കിൽ മാറി. ഫുൾ പേടി മാറിയിട്ടൊന്നുമില്ല കേട്ടോ, അത് ഇപ്പോഴും മാറിയിട്ടില്ല. എനിക്ക് തോന്നുന്നു അതിന് അങ്ങനെ ഫുൾ പേടി മാറി ഞാൻ വണ്ടി ഓടിക്കുന്ന ഒരു കാലമൊന്നും വരുന്ന എനിക്ക് തോന്നുന്നില്ല. പേടി ഉള്ളിലുണ്ട്, അത് വേറെ സൈഡിൽ കൂടി പോയിക്കോളും. പക്ഷെ എന്നാലും ഉണ്ടല്ലോ ഒരു ഇത്. അങ്ങനെ നമ്മളൊന്ന് ഏബിൾ ആയി എന്ന് കാണുമ്പോഴാണ് പിന്നെ നമുക്ക് ഇത് എച്ച് എടുക്കാനുള്ള ക്ലാസ്സിൽ പോയി തുടങ്ങാം. അത് ഗ്രൗണ്ടിലാണ്, അപ്പോൾ ഗ്രൗണ്ടിലേക്ക് വരാൻ വേണ്ടി പറയും. അതായത് എനിക്ക് ഇന്ന ഡേറ്റ് കിട്ടിയെങ്കിൽ 3 ദിവസം കഴിഞ്ഞിട്ട് എൻ്റെ ടെസ്റ്റാണ്. ആ രീതിക്കാണ് എനിക്ക് ഡേറ്റ് കിട്ടിയത്. ഞാൻ ആ സമയത്തേക്ക് എന്ന് പറഞ്ഞാൽ എച്ച് ഒന്നും ആയിട്ടില്ല, 2-3 ക്ലാസ് മാത്രമേ എച്ച് പോയിട്ടുള്ളൂ. പിന്നെ അങ്ങനെ പോകാൻ നിന്നില്ല, കാരണം എനിക്ക് ഡേറ്റ് കിട്ടാത്തതിൻ്റെ കാരണം ഞാൻ മടിച്ചിട്ട് പോയില്ല. അപ്പോൾ ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡേറ്റ് കിട്ടിയ ദിവസത്തിന് 3-ാമത്തെ ദിവസം എനിക്ക് ടെസ്റ്റാണ്. ആ ഒരു ഇതിൽ എനിക്ക് ഡേറ്റ് കിട്ടി. അപ്പം ടെൻഷനായി, ഫുൾ ടെൻഷനായി. എന്നെ വിളിച്ചു, ഡേറ്റ് കിട്ടി എന്ന് പറഞ്ഞു. അങ്ങനെ കൂളായിട്ട് പറയണം, ഡേറ്റ് കിട്ടിയില്ല, ഇനിയിപ്പോൾ എന്താ നോക്കണ്ടേ, അത് നമുക്ക് എച്ച് എടുക്കാം എന്ന് പറഞ്ഞിട്ട് ഗ്രൗണ്ടിലേക്ക് വന്നോളാം പറഞ്ഞു. അങ്ങനെ പിന്നെ നമ്മൾ പൊട്ടിക്കഴിഞ്ഞ് സ്വാഭാവികമായിട്ട് തിരിച്ച് വരുമ്പോൾ പറയണമല്ലോ വീട്ടിൽ, കാരണം ടെസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞാണല്ലോ പോയത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ പൊട്ടി ഫെയിലായി എന്ന് ഞാൻ വീട്ടിലും പറഞ്ഞു, പിന്നെ ഹസ്ബൻഡിൻ്റെ അടുത്തും പറഞ്ഞു. അങ്ങനെ അത് കഴിഞ്ഞു. പിന്നെ ഇനി റീടെസ്റ്റ് എടുക്കണം, ഡേറ്റ് കിട്ടണം. അപ്പോൾ റീടെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഡേറ്റ് എടുക്കും, സ്ലോട്ട്. പിന്നെ അതിനുശേഷം സ്ലോട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ് റീടെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ സ്ലോട്ട് നോക്കി എനിക്ക് റീടെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഡേറ്റ് കിട്ടി. ഞാൻ കറക്റ്റായിട്ട് എച്ച് എടുക്കാൻ വേണ്ടിയിട്ട് ഗ്രൗണ്ടിൽ പോകും, പ്രാക്ടീസ് ചെയ്യും. അങ്ങനെ പ്രാക്ടീസ് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ ഒരു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യമൊക്കെ കുറച്ച് കറക്റ്റായിട്ട് കമ്പിയൊന്നും തട്ടാതെ കറക്റ്റായിട്ട് ഓടിച്ചോടിച്ച് ഒരു 5-6 റൗണ്ട് കഴിയുമ്പോൾ പിന്നെ ലെവൽ എന്തോ തെറ്റും, എന്താ അറിയില്ല, എങ്ങനെയും ഒരു കമ്പി തെറ്റിക്കും, അല്ലെങ്കിൽ വളയുന്നത് തെറ്റും. അത് കറക്റ്റ് ആയിട്ട് കാണുകയും ചെയ്യും. അങ്ങനെ ഒരു തവണ ഞാൻ തെറ്റിച്ചു, നല്ല വഴക്ക് കിട്ടി. ഞാൻ ഗ്രൗണ്ടിൽ വേറെ ഡ്രൈവിംഗ് സ്കൂൾ അപ്പുറം പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അതൊന്നും അനിയേട്ടൻ വേണ്ടിയില്ല. ഞാൻ പുറത്തിറങ്ങി എന്നോട് പറഞ്ഞു കാറിൽ വിട്ട് 10 റൗണ്ട് നടന്നിട്ട് വാങ്ങും. അത് ഒരു വെയിലാണെന്ന് ആലോചിക്കണം. പോരാത്തിന് അവിടെ പഠിക്കാൻ വേണ്ടി വന്ന പിള്ളേരും ഡ്രൈവിംഗ് സ്കൂൾ പഠിക്കുന്നവരെന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് ഗ്രൗണ്ടിലുണ്ട്. അതിനൊന്നും മൈൻഡാക്കില്ല. 10 റൗണ്ട് നടന്നിട്ട് വന്നോളം പറഞ്ഞു കാറിൽ വിറ്റും. വേറെ രക്ഷയൊന്നുമില്ലല്ലോ. ഞാൻ 10 റൗണ്ട് നടന്നിട്ട് വന്നു, വീണ്ടും കയറി ഇരുന്നോളം പറഞ്ഞു, ഓടിക്കാൻ പറഞ്ഞു. അങ്ങനെ പഠിച്ച് അങ്ങനെ ടെസ്റ്റിൻ്റെ ഡേറ്റ് വന്നു. ഡേറ്റിൻ്റെ അന്ന് എനിക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ ഞാൻ ആ ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോയതിനേക്കാൾ ഒരു കോൺഫിഡൻസും സമാധാനമുള്ള മനസ്സായിട്ടാണ് ഞാൻ പോയത്. ഒരു എന്താ പറയുക, ഒരു സമാധാനം. അപ്പം തന്നെ ടെസ്റ്റ് ഡേറ്റിൻ്റെ അന്ന് ടെസ്റ്റ് അറ്റൻഡ് ചെയ്തു, എച്ച് എടുത്തു. വളരെ വൃത്തിയായിട്ടാണ് ഞാൻ എച്ച് എടുത്തത്. എൻ്റെ ഒരു കോൺഫിഡൻസ്. പിന്നെ എച്ച് എടുത്തു. അത് കഴിഞ്ഞ് അന്ന് തന്നെ നമുക്ക് റോഡ് ടെസ്റ്റ് ഉണ്ടായിരുന്നു. റോഡ് ടെസ്റ്റും പാസ്സായി. പക്ഷേ ഇത്തവണ ഞാൻ ടെസ്റ്റിന് പോകുമ്പോൾ ഞാൻ ആരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, എനിക്ക് ഇന്നാണ് ഡേറ്റ് കിട്ടിയത്, ഞാൻ ആരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഞാൻ സാധാരണ ഡ്രൈവിംഗ് ക്ലാസ്സിന് പോകുന്നത് പോലെ പോയതാണ്. ടെസ്റ്റ് കിട്ടി കഴിഞ്ഞപ്പോൾ ഞാൻ പാസ്സായി കഴിഞ്ഞപ്പോൾ ഞാൻ വിളിച്ചു വന്നു ഹസ്ബൻഡിനെയും വീട്ടിലൊക്കെ ഞാൻ വിളിച്ചു വന്നു, ഇങ്ങനെ എൻ്റെ കിട്ടി, ഞാൻ പാസ്സായി എന്ന് പറഞ്ഞു. ഭയങ്കര ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ട് തിരിച്ച് വീട്ടിലെത്തി. പിന്നെ ലൈസൻസ് പിന്നെ നമുക്ക് വരുമല്ലോ, ഹോസ്റ്റലിൽ വന്നോളും. അങ്ങനെയായിരുന്നു. ആ ഒരു ലൈസൻസ് കിട്ടിയത് ഹാപ്പിനെസ് തന്നെയാണ്, സന്തോഷമാണ്. പക്ഷേ അതിനേക്കാൾ എന്നെ ഞാൻ കൂടുതൽ സന്തോഷിച്ചത് ഞാൻ വണ്ടി എടുത്ത് ഒറ്റയ്ക്ക് പുറത്ത് പോയപ്പോഴാണ് ഞാൻ കുറേ സന്തോഷിച്ചത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം പിന്നെ ഇതുപോലെ അമ്മയുടെ വീട്ടിൽ പോകണം. അപ്പോൾ ഞങ്ങൾ ഓട്ടോ വിളിച്ച് പോകാമെന്നായിരുന്നു പറഞ്ഞത്. ഞാനെന്നിങ്ങനെ ആലോചിച്ചു, ഓട്ടോ വിളിച്ച് പോകണോ, വണ്ടി എടുത്ത് പോയാലോ, ഒന്ന് പോയി നോക്കിയാലോ എന്ന് എൻ്റെ മനസ്സിലുണ്ട് കേട്ടോ. എനിക്ക് പക്ഷേ അതിനുള്ളൊരു ധൈര്യമില്ല. വണ്ടി ഓടിക്കാൻ അറിയുന്ന ഒരാൾ എൻ്റെ കൂടെ വണ്ടിയിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ ഓക്കെ, ഞാൻ ഒരു കോൺഫിഡൻസിൽ വണ്ടി എടുത്തേനെ. പക്ഷേ ഇതിപ്പോൾ അങ്ങനെ ഇല്ല. അപ്പോൾ എടുക്കുകയാണെങ്കിൽ എനിക്ക് എൻ്റെ കോൺഫിഡൻസിൽ തന്നെ എടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഞാൻ എടുക്കണോ വേണ്ടിയോ എന്നുള്ള ഒരു മനസ്സായിരുന്നു. പക്ഷേ എൻ്റെ ഒരു ഭാഗ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എൻ്റെ ഇൻലോസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സപ്പോർട്ടീവാണ്. അവർക്കൊന്നും അങ്ങനെ പേടി ഞാൻ കേട്ടിട്ടേ ഇല്ല ഇതുവരെ. വണ്ടി എടുക്കുന്നതിന് എടുക്കണം പോകും അങ്ങനെ പോയാൽ, അല്ലാതെ ഒരിക്കലും ചോദിക്കില്ല എന്ത് എടുക്കണം, നീ ഓടിക്കും, അങ്ങനെ ചോദിക്കില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ എടുക്കാൻ വേണ്ടത് എൻ്റെ മനസ്സിൽ ഇങ്ങനെ നിന്നപ്പോൾ ഞാൻ പറഞ്ഞു, നമുക്ക് കാറെടുത്ത് പോയി നോക്കിയാലോ. അപ്പോൾ ഉടനെ അമ്മ പിന്നെ എൻ്റെ സിസ്റ്ററിനോട് അത് പറഞ്ഞു, അപ്പോൾ പോവാം, വണ്ടി എടുത്ത് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ
വീട്ടിൽ നിന്ന് വണ്ടി എടുത്ത് ഇറങ്ങി. എനിക്ക് സത്യം പറയാൻ എൻ്റെ ഇങ്ങനെ ഹൃദയമൊക്കെ നല്ല മിടിക്കുന്നുണ്ട്, പേടിച്ചിട്ടുണ്ടോ. പക്ഷേ എന്തോ അധികം ദൂരമൊന്നും ഇല്ല, ആ ഒരു ധൈര്യത്തിൽ ഞാൻ എടുത്ത്. എന്നാൽ കൂടി മെയിൻ റോഡിൽ നിന്ന് കടന്നിട്ട് വേണം പോകാൻ. അതൊരു ടാസ്ക്കാണ്. കാരണം ഞങ്ങൾ അവിടെ നമുക്കൊരു കയറ്റം കയറണം മെയിൻ റോഡിലോട്ട് തന്നെ. ആ കയറ്റം കയറി അവിടെ നിർത്തിയിട്ട് പിന്നെ വണ്ടി വരുന്നുണ്ടോ നോക്കി വേണം എനിക്ക് മെയിൻ റോഡിൽ കയറാം. എന്നിട്ട് അവിടെ നിന്ന് ഞാനൊരു കയറ്റം വീണ്ടും മേലോട്ട് കയറണം അമ്മയുടെ വീട്ടിലെത്താൻ. അങ്ങനെയാണ് ഇതിരിക്കുന്നത്, വഴി ഇരിക്കുന്നത്. അതാണ് എന്നെ ഒന്ന് എന്താ പറയുക, ഒന്ന് പുറകോട്ട് വലിക്കുന്നത്. അതാണ്. അതിൽ സ്ട്രേറ്റ് പോയി വരാൻ പറ്റുന്നതാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് എടുത്തിട്ട് പോകാൻ അതിനുള്ളൊരു ധൈര്യം ഞാൻ സംഭവിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷേ ഇതിങ്ങനെ ഒരു ഇരിക്കുന്നതുകൊണ്ടാണ് എനിക്ക് എന്താ പറയുക, ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നത്. എന്നാലും അന്ന് വണ്ടി എടുത്തു, ഞാൻ പോയി ആ കയറ്റം കയറി അവിടെ നിർത്തി. സത്യം പറഞ്ഞാൽ എൻ്റെ പേടി മൊത്തം ആ കയറ്റം തന്നെ എങ്ങനെ കയറ്റും, കയറ്റത്തിൽ അവിടെ വണ്ടി ഓഫായി പോകും, അതായിരുന്നു എൻ്റെ ടെൻഷൻ മൊത്തം. പക്ഷേ ഞാൻ അനിയൻ പറഞ്ഞെന്ന് അതേ സംഭവം ഞാൻ ഇങ്ങനെ മനസ്സിൽ പറഞ്ഞു അതേ രീതിയിൽ തന്നെ ഫോളോ ചെയ്ത് ഞാൻ ആ കയറ്റം മെയിൻ റോഡും കടന്നു, രക്ഷപ്പെട്ടു. മെയിൻ റോഡും കടന്നു. നെക്സ്റ്റ് അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മയുടെ അവിടേക്കുള്ള കയറ്റം കയറണം. ആ കയറ്റവും ഞാൻ കയറി. അതായത് ഞാൻ അങ്ങോട്ടേക്കുള്ള യാത്ര സ്മൂത്ത് ആയിരുന്നു. ഞാൻ അവിടെ എത്തി സംസാരിച്ചു, ചായ കുടിച്ചു, എല്ലാം കഴിഞ്ഞു. ലാസ്റ്റ് ഞങ്ങൾ തിരിച്ചു വരുമ്പോഴും അമ്മയുടെ അവിടുത്തെ ഇറക്കമൊക്കെ ഇറങ്ങി മെയിൻ റോഡ് എത്തിയപ്പോഴാണ് സംഭവം. അതായത് ഞാൻ നോക്കുമ്പോൾ റോഡിലൊന്നും വണ്ടിയില്ല. അപ്പോൾ സന്തോഷമായി. കാരണം ആ മെയിൻ റോഡ് പാസ് ചെയ്ത് താഴോട്ട് ഇറക്കിറങ്ങിയാൽ ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്ന ആ റോഡാണ്. അപ്പോൾ മെയിൻ റോഡ് കടന്ന് എത്തി കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രശ്നമില്ല, സമാധാനമായിട്ട് പോരാം. മെയിൻ റോഡിൻ്റെ അവിടെ നിന്ന് നോക്കുമ്പോൾ വണ്ടിയൊന്നും ഇല്ലെന്നാലും അപ്പോൾ പിന്നെ സുഖമായല്ലോ. അപ്പോൾ അതാണ് എൻ്റെ മൈൻഡിൽ ആശ്വാസമായത്. ഞാൻ ആദ്യം അമ്മേൻ്റെ അവിടെ നിന്നുള്ള ഇറങ്ങിയിട്ട് ഈ മെയിൻ റോഡിലുള്ള ഒരു ചെറിയ കയറ്റം കയറി വളച്ചിട്ട് വേണം ഇതാക്കാൻ വേണ്ടിയിട്ട്, ഞങ്ങൾ അവിടേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട്. വണ്ടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ കൂളായിട്ട് വണ്ടി എടുത്തു. വേറെ വണ്ടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ വണ്ടി ഞാൻ അങ്ങോട്ട് കൂളായിട്ട് എടുത്തു. പക്ഷേ ആ നട് റോഡിൽ വെച്ച് എൻ്റെ വണ്ടി ഓഫായി പോയി. ഫസ്റ്റ് ഓഫായി പോയി. അപ്പോൾ ഞാൻ വിചാരിച്ചു കുഴപ്പമൊന്നുമില്ല, കാരണം റോഡിൽ വേറെ വണ്ടിയൊന്നും ഇല്ലല്ലോ, എനിക്ക് സാവകാശം എടുക്കാമല്ലോ, ടെൻഷനായില്ല. ഞാൻ വണ്ടി എടുത്തു. പക്ഷേ വണ്ടി വീണ്ടും ഓഫായി പോയപ്പോൾ ഞാനൊന്ന് പാനിക്കായി. ദൈവമേ ഇനിയിപ്പോൾ എന്ത് ചെയ്യും അങ്ങനെ ചിന്തിച്ചപ്പോൾ ഒരു ഓണടി നോക്കുമ്പോൾ പുറകിലൊരു വണ്ടി. ഓക്കെ, ഞാൻ ഒരു വണ്ടിയല്ലേ ഉള്ളൂ, കുഴപ്പമില്ല, വേഗം വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട് എൻ്റെ തേർഡ് അറ്റംപ്റ്റ് വണ്ടി സ്റ്റാർട്ടാകാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് മൂവ് ചെയ്യണമല്ലോ. വീണ്ടും വണ്ടി ഓഫായി പോയി. പിന്നെ എനിക്ക് ഓർമ്മയില്ല എവിടെ നിന്നൊക്കെയാണ് ആ വണ്ടി വന്നത്. മുന്നിലും പുറകിലും സൈഡിലും മറ്റേ ഞങ്ങൾക്ക് സൈഡ് തിരിഞ്ഞ് ഇറങ്ങാനുള്ള റോഡിലും എല്ലായിടത്തും വണ്ടി. എല്ലാവരും കൂടി ഹോണടി, ബസ്സുണ്ട്, ലോറിയുണ്ട്, എല്ലാവരും ഹോണടി. ഞാനാണ് അവിടെ ആ ബ്ലോക്ക് ഉണ്ടാക്കിയേക്കുന്നത്. മിററിൽ നോക്കുമ്പോൾ അവിടെ, മുന്നിൽ നോക്കുമ്പോൾ അവിടെ, എല്ലാവരുടെയും വണ്ടി. എനിക്കൊന്നും എനിക്ക് തിരിയുന്നില്ല. ഞാൻ അനിയേട്ടൻ പറഞ്ഞ അതേ രീതിയിൽ തന്നെ ഞാൻ ഇത് വീണ്ടും സ്റ്റാർട്ടാക്കാൻ നോക്കാം. പക്ഷേ അതിനനുസരിച്ച് വണ്ടി ഓഫായി പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ ചെറിയൊരു സ്ലോപ്പാണ് അതെ. അപ്പോൾ വണ്ടി ഈ ഹാൻഡ് ബ്രേക്ക് ഇട്ട് റിലീസ് ചെയ്യുമ്പോഴത്തേനും വണ്ടി പുറകോട്ട് പോയി. പിന്നെ ഒന്ന് ഞാൻ ചെയ്തിട്ട് അനങ്ങുന്നില്ല വണ്ടി നടക്കും. ഞാൻ എന്ത് ചെയ്യുന്നത്, ഞാൻ ആരെ വിളിക്കും അങ്ങനെ ചിന്തിക്കാട്ടോ. അപ്പോഴും വണ്ടിയിലിരിക്കുന്ന ഞാൻ പറയാം എൻ്റെ മദർ ഇൻഫ്ലുവൻസ് സിസ്റ്ററിലാണ് എൻ്റെ കൂടെ. ഞാൻ അങ്ങനത്തെ വലിയൊരു പ്രതിസന്ധി ഫേസ് ചെയ്യുമ്പോഴും അവരെന്നോട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നീ ടെൻഷനാണ്ടാ, പിന്നെ പതിയെ എടുത്താൽ മതി, ടെൻഷനായിട്ടാണ് വണ്ടി എടുക്കാൻ പറ്റാത്തതെന്നാണ് അവർ പറയുന്നത്. ഞാനൊക്കെ എൻ്റെ വീട്ടുകാരെങ്ങനെയാണ് എൻ്റെ കൂടെ വണ്ടി ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് അപ്പോഴത്തേക്കും കണ്ടുപിടുന്ന ചീത്ത കേട്ടായിരുന്നു ഞാൻ. പക്ഷേ ഇവരെന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ നമ്മളെപ്പോഴും സപ്പോർട്ട് ചെയ്താൽ പറയുന്നത്. അപ്പം എങ്ങനെയെങ്കിലും ഒന്ന് കിടന്ന് അനങ്ങി കിട്ടണ്ടേ, കൊണ്ടും അനങ്ങുന്നില്ല, ഓഫായി പോകാനും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, എനിക്ക് കണ്ണൊക്കെ നിറഞ്ഞ് വരുന്നുണ്ട്. എനിക്ക് സങ്കടം. ഞാൻ ആരോടൊന്ന് ഹെൽപ്പ് ചോദിക്കാൻ, ആരെ ഒന്ന് ഹെൽപ്പിന് വിളിക്കുക, അങ്ങനത്തെ ഇതിൽ നിൽക്കുമ്പോൾ എന്ത് സംഭവിച്ചു വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ നേരെ സൈഡിൽ ഓപ്പോസിറ്റ് ഒരു ബൈക്കിൽ ഒരു ചേട്ടൻ വന്ന് നിർത്തി. ആ ചേട്ടനെ ഞങ്ങളറിയാം, വീട്ടിൽ അമ്മേനെ എല്ലാവരും അറിയാം. അപ്പോൾ ഞങ്ങൾ വണ്ടി അമ്മേനെ കണ്ടപ്പോൾ ചേട്ടൻ വേഗം അടുത്തേക്ക് വന്നു. അപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ എടുക്കാമെന്ന് പറഞ്ഞു. ഞാൻ പുറത്തിറങ്ങി, ചേട്ടൻ വണ്ടി എടുത്തു. ഞാൻ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇറങ്ങി അങ്ങോട്ടേക്ക് മാറി. പിന്നീട് ഒരു കല്യാണത്തിന് പോകുന്ന സമയത്താണ് പിന്നെ ഞാൻ വണ്ടി എടുത്തിട്ടുള്ളത്. അന്ന് ഇതുപോലെ അച്ഛനും അമ്മേൻ്റെ ഇൻക്ലൂസ് ആണ്, ഫാദറിൻ്റെയും മദറിൻ്റെയും ഞങ്ങളെല്ലാവരും ഒരുമിച്ച് പോകുമായിരുന്നു കല്യാണത്തിന്. അപ്പോൾ ഇതുപോലെ ഞാൻ വണ്ടി എടുത്തു. അന്നും വണ്ടി ഒറ്റയ്ക്ക് പോയി എടുത്തിട്ട് നമ്മൾ ഫംഗ്ഷനൊക്കെ അറ്റൻഡ് ചെയ്ത് വന്നു. അപ്പോഴൊക്കെ എന്ന് പറയുന്നത് അതൊക്കെ എനിക്ക് എൻ്റെ കാര്യം പറയാമല്ലോ, എനിക്ക് ഒരുപാട് കോൺഫിഡൻസും സന്തോഷവും ഒക്കെ തരുന്നുണ്ടായിരുന്നു. അത് ഞാൻ ആഗ്രഹിച്ചിരുന്നു, പക്ഷെ നടക്കുമെന്ന് എൻ്റെ ഈ പേടിയുള്ളതുകൊണ്ടാട്ടോ എനിക്ക് നടത്തിയെടുക്കാൻ പറ്റുന്നുള്ളൊരു പ്രതീക്ഷ എനിക്ക് ഉണ്ടായിരുന്നില്ല. ആഗ്രഹം ഒരുപാടുണ്ടായിരുന്നു ഇതുപോലെ ഞാൻ വണ്ടി ഓടിച്ച് പോകുന്നതൊക്കെ. അപ്പം അങ്ങനെ അതിൻ്റെ ഒരു ഭാഗമായിട്ടുള്ള ആദ്യത്തെ ഇനീഷ്യൽ സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ ചെറിയ ദൂരത്തേക്കായാലും പോയി വരുമ്പോൾ അത് തരുന്നൊരു കോൺഫിഡൻസും സന്തോഷമൊക്കെ ഭയങ്കരമാണ്. അപ്പോൾ പിന്നെ നമുക്ക് വെച്ച് കഴിഞ്ഞാൽ ഹസ്ബൻഡ് കൂടെ ഇല്ലാത്ത ലോങ് ഡിസ്റ്റൻസിൽ ഇരിക്കുന്നവർ പ്രത്യേകിച്ച്, അതായത് പ്രവാസിമാരുടെ അല്ലെങ്കിൽ വീട്ടാൾക്കാരുടെയൊക്കെ ഭാര്യമാരുടെ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എവിടെ പോകുമ്പോഴും നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാം. അതായത് ഹസ്ബൻഡ് ഉണ്ടെങ്കിൽ നമ്മൾ ഒബ്വിയസ്ലി പുള്ളിയല്ലേ ഓടിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു ഇത് അറിയാതെ നമ്മൾ വണ്ടിയിലും കയറി ഇരുന്ന് പോകും. പക്ഷേ ഇത് നമുക്ക് കൂടെ ഇല്ല. അപ്പം നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ നമ്മുടെ ഫാമിലിനെയും കൂടി കൂട്ടിയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അതൊക്കെ നമുക്കൊരു എന്താ പറയുക, ഒരു കോൺഫിഡൻസും അത് വേറെ തന്നെ ഒരു ഫീലിങ്സാണ്, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഫീലിങ്സ്. പിന്നെ എന്താ പറയുക, ചെറിയ ഞാൻ ഇതിനെ ഒരുപാട് ദൂരത്തേക്കൊന്നും വണ്ടി ഓടിച്ചിട്ടില്ല, അതിനുള്ളൊരു ധൈര്യമൊന്നും എനിക്കില്ല. എന്നാൽ ചെറിയ ദൂരത്തേക്കുള്ള ഇതിനൊക്കെ ഞാൻ പോയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ 2 വീലർ ലൈസൻസ് എടുത്ത ജേണിയാണ് ഇവിടെ പറയാൻ പോകുന്നത്. ഞാൻ ആദ്യമായിട്ട് ലൈസൻസ് എടുക്കാൻ വേണ്ടി നമ്മൾ അപ്ലൈ ചെയ്യുമല്ലോ, അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 വീലറും 4 വീലറും ഒരുമിച്ച് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഫസ്റ്റ് അപ്ലൈ ചെയ്തപ്പോൾ എന്ന് സംബന്ധിച്ച് കഴിഞ്ഞാൽ എൻ്റെ കല്യാണത്തിൻ്റെ ആ ഒരു സമയത്താണ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്കത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. കല്യാണം അതിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. പിന്നീട് അതിൻ്റെ ഡേറ്റ് എക്സ്പയർ ആയി, അത് ഡിസ്കണ്ടിന്യൂ ആയി, അത് പോയി. അതൊക്കെ കഴിഞ്ഞ് പിന്നീട് കുറേ നാൾ കഴിഞ്ഞിട്ടാണ് സെക്കൻഡ് ടൈം ഞാനിത് ലൈസൻസ് എടുക്കാൻ വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ അപ്ലൈ ചെയ്തു. അതും ഇതുപോലെ തന്നെ 2 വീലറും 4 വീലറും ഒരുമിച്ച് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അപ്ലൈ ചെയ്തത്.
അപ്പോൾ ഇങ്ങനെ നമ്മൾ ജോലിക്ക് പോകുന്നതുകൊണ്ട് ഇത് ഡ്രൈവിംഗ് ക്ലാസ്സിന് പോകാനുള്ള ഒരു സമയം കണ്ടെത്തണമല്ലോ. അപ്പോൾ ഞാൻ ഹോസ്റ്റലിൽ എന്നാൽ ജോലിക്ക് പോകുന്നത്. അപ്പോൾ ഹോസ്റ്റലിൻ്റെ അടുത്തുള്ള ഒരു ഡ്രൈവിംഗ് ക്ലാസ്സിൽ ജോയിൻ ചെയ്തു. അങ്ങനെ ആകുമ്പോൾ എനിക്ക് എന്ത് ചെയ്യാം, രാവിലെ വർക്കിന് പോകുന്ന സമയത്ത് ഇറങ്ങിയിട്ട് ഡ്രൈവിംഗ് ക്ലാസ്സിന് പോകാം. എന്നിട്ട് ക്ലാസ് കഴിയുമ്പോൾ അവർ എൻ്റെ ഓഫീസിൽ അവിടെ ഇറക്കി തരും. അങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു ക്ലാസ് ഞാൻ ടൈം മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു വഴി എന്ന് പറയുന്നത്. അപ്പോൾ രാവിലെ കുറച്ച് നേരത്തെ ഇറങ്ങണം. 4 വീലറാണ് അവർ പഠിപ്പിക്കുന്നത് ഈ വർക്കിംഗ് ഡേയ്സിൽ. വീക്കെൻഡിൽ 2 വീലറിന് ഗ്രൗണ്ടിൽ പോകണം. അങ്ങനെയായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ക്ലാസ്സിൽ പോയി തുടങ്ങി. 4 വീലർ പഠിപ്പിക്കുന്നുണ്ട്. എനിക്ക് പക്ഷേ എന്താ പറയുക, പേടി. ഞാൻ പറഞ്ഞു, എനിക്ക് ഭയങ്കര പേടിയാണ്. എൻ്റെ ഈ പേടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛനും അമ്മയ്ക്കും നല്ല പേടിയാണ്. ഞാൻ വണ്ടി പഠിക്കുന്ന അല്ലെങ്കിൽ വണ്ടി ഓടിക്കുന്ന കാര്യം പറഞ്ഞാൽ അവർ പറയും, എന്നെ കൊണ്ട് നടക്കില്ല, നിനക്ക് ഇത്രയും പേടിയല്ലേ എന്ന് അവർ പറയും. അത് കൂടാതെ അവർക്ക് പേടിയാണ് ഞാൻ വീഴോ പറ്റുമോ എന്നുള്ളൊരു പേടിയുണ്ടല്ലോ. അങ്ങനെ മൊത്തത്തിൽ എനിക്ക് നല്ലപോലെ അവരുടെ രണ്ടുപേരുടെയും കയ്യിൽ തന്നെ ഓൾറെഡി എൻ്റെ അടുത്ത് ഫീഡായിട്ടുണ്ട് പേടി. പിന്നെ എനിക്കുള്ള പേടി വേറെ ഉണ്ടെന്നും ജനിച്ചു വരുമ്പോൾ കിട്ടുന്ന പേടി എന്നൊക്കെ പറയില്ല. അതുപോലെ നല്ല പേടിയാണ്. വീഴോ എന്തെങ്കിലും പറ്റുമോ, അത് തന്നെയാണ് എൻ്റെ മൈൻഡിലുള്ള ചിന്ത എന്ന് പറയുന്നത്. അത്രയും പേടി, ആവശ്യമില്ലാത്ത പേടി തന്നെയാണ് ഞാൻ പറയാം, അനാവശ്യമായിട്ടുള്ള പേടിയാണ്. പക്ഷെ എന്ത് ചെയ്യണം, എൻ്റെ കൂടെ തന്നെ ഉള്ളൊരു സാധനമാണ് അത്. ഞാൻ എന്ത് ചെയ്തിട്ട് എനിക്ക് പേടി ഓവർകം ചെയ്യാം. ഇപ്പോൾ വണ്ടി ഓടിക്കുന്നുണ്ട്, ശരിയാണ്. എന്നാലും ആ സമയത്തൊക്കെ ഒന്ന് ചിന്തിച്ച് നോക്കുമ്പോൾ വെറുതെ ആവശ്യമില്ലാത്ത പേടി. അപ്പോൾ ഞാൻ ഡ്രൈവിംഗ് ക്ലാസ്സിൽ പോകുന്നുണ്ട്. അപ്പോൾ ഡ്രൈവിംഗ് ക്ലാസ്സിൽ പോകുന്നുണ്ട്. അങ്ങനെ 4 വീലർ ക്ലാസ്സിന് അറ്റൻഡ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ വീക്കെൻഡിൽ 2 വീലർ ക്ലാസ്സിന് പോകാൻ വേണ്ടിയിട്ട് ഗ്രൗണ്ടിൽ പോയി. അങ്ങനെ അവിടെ വെച്ച് എന്താ പറയുക, ഇനി ഫസ്റ്റ് ടൈം തന്നെ 2 വീലർ 8 എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഇത് ക്ലാസ്സിലെ 8 എടുക്കുന്ന സമയത്ത് ഞാൻ കമ്പി തട്ടി. അടുത്ത സാറിന് നല്ല വഴക്കും കിട്ടി. അപ്പോൾ എനിക്കെന്തോ വഴക്ക് കിട്ടിയതുകൊണ്ടാണോ, ഞാൻ കമ്പി തട്ടിയതുകൊണ്ടാണോ, എന്തുകൊണ്ടാണെന്നറിയില്ല, ഞാൻ ഈ ലൈസൻസ് എടുക്കണം എന്നുള്ള എൻ്റെ ആഗ്രഹമൊക്കെ ഉണ്ടല്ലോ, ആ ആഗ്രഹത്തിൻ്റെ മേലേക്ക് എനിക്കത് കിട്ടൂല എന്നുള്ള ചിന്ത എനിക്ക് വന്നുപോയി. ഞാൻ ഈ ലൈസൻസ് എടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചത് എൻ്റെ ഒരു ഇഷ്ടം കൊണ്ടാണ്. ഞാൻ ഒരു ഫോഴ്സ് ചെയ്ത് നീ പോയി ലൈസൻസ് എടുക്കുമെന്ന് പറഞ്ഞിട്ടല്ല. ഞാൻ എൻ്റെ ഇഷ്ടപ്രകാരം ഞാൻ കാശ് മുടക്കിയിട്ട് ഞാൻ ഇന്ന് ഇറങ്ങി തിരിച്ചത് എനിക്ക് ലൈസൻസ് വേണമെന്ന് പറഞ്ഞിട്ട്. എനിക്ക് ഇത്രയും പേടി ഉണ്ടെങ്കിലും ഞാൻ തന്നെ എന്താ പറയുക, എനിക്ക് ലൈസൻസ് വേണമെന്നുള്ള ആഗ്രഹത്തിന് പുറത്ത് വന്നതാണ്. എനിക്ക് ഈ 50-50, അതായത് 50% പേടി ഉണ്ടെങ്കിൽ 50% ആഗ്രഹമുണ്ട്. ആ രീതിക്ക് എത്ര പേടിയിലാണെന്ന് ലൈസൻസ് എടുക്കണമെന്ന് ചോദിക്കും. പക്ഷെ എനിക്കറിയില്ല, എനിക്ക് പേടി ഉണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ലൈസൻസ് എടുക്കണം. വണ്ടി കുറച്ച് ദൂരത്തേക്കായാലും വണ്ടി ഓടിക്കണം. അല്ലാതെ ഇതൊന്നും അങ്ങനെ ഹിമാലയം വരെ വണ്ടി ഓടിക്കണമെന്നൊന്നുമല്ല, അത്യാവശ്യത്തിനുള്ള ചെറിയ ദൂരത്തേക്ക് വണ്ടി ഓടിക്കണം. അങ്ങനത്തെ ഒരു ആഗ്രഹം എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ഇതിലും ആണ് വണ്ടി ഓടിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുന്നത്. എൻ്റെ വീട്ടിൽ വണ്ടിയൊന്നുമില്ല, എൻ്റെ അച്ഛൻ വണ്ടി ഓടിക്കില്ല, അങ്ങനത്തെ പാരമ്പര്യമൊന്നും ഇല്ല. പിന്നെ ആകുള്ളത് ഒരു ആഗ്രഹമാണ്, പൊട്ടക്കുള്ള ആഗ്രഹമാണ് വണ്ടി ഓടിക്കണം എന്നുള്ള. ഇവിടുന്ന് ഈ ആഗ്രഹം വന്നതുപോലെ എനിക്ക് അറിയാൻ പാടില്ല, ഭയങ്കര ആഗ്രഹമുണ്ട്. അങ്ങനെയാണ് ഇതിന് ഇറങ്ങിത്തിരിക്കുന്നത്. അങ്ങനെ എന്തെങ്കിലും അവിടുത്തെ പഠിത്തം എനിക്ക് ഡിസ്കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി വന്നു. ഞാൻ ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് അത് പറയുന്നില്ല, എനിക്കത് ഓർക്കാൻ തന്നെ വലിയ താല്പര്യമില്ല. അങ്ങനത്തെ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് ഞാൻ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകുന്നില്ല എന്ന് ഞാൻ ഡിസൈഡ് ചെയ്ത്. പക്ഷേ എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പോകുന്നില്ല എന്ന് പറയുമ്പോൾ എൻ്റെ കെട്ടുവിൻ്റെ അടുത്ത് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടു. എന്നോട് ഒരു കാര്യത്തിന് ഇറങ്ങി തിരിച്ച് കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ആവണം, ഇല്ല പിന്നെ അതിന് പോകാൻ നിൽക്കരുത്, അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ എന്താ പറയുക വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എപ്പോഴും വണ്ടി പഠിക്കാൻ ആഗ്രഹമുണ്ട് കേട്ടോ, ലൈസൻസ് എടുക്കാനും ആഗ്രഹമുണ്ട്. നമ്മൾ എനിക്ക് ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് പറ്റില്ല, എനിക്ക് നമ്മുടെ നാട്ടിലെവിടെയെങ്കിലും ആണെങ്കിൽ ഓക്കെ ഞാൻ പോവാം, അങ്ങനെ പറഞ്ഞു. അപ്പോൾ നാട്ടിലുള്ളത് പോകാമെന്ന് പറയുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ജോലിൻ്റെ ഇടയിൽ കൂടി ഇതിനൊരു സമയം കണ്ടെത്തണമല്ലോ, അത് പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഹോസ്റ്റലിലെ തൊട്ടടുത്തുള്ള ഡ്രൈവിംഗ് സ്കൂൾ നോക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ എന്തെങ്കിലും ആ ഡ്രൈവിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഞാൻ പോകില്ല എന്ന് പറഞ്ഞ സ്ഥിതി ഇപ്പോൾ നാട്ടിൽ നോക്കുകയാണ് വഴിയുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യും, അതിങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ ഡേറ്റ് മറ്റേ നമ്മൾ അപ്ലൈ ചെയ്ത ഡേറ്റ് ഉണ്ടല്ലോ, അത് എക്സ്പയർ ആവാൻ വേണ്ടിയിട്ട് കുറച്ച് ദിവസമേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ടെസ്റ്റ് ഡേറ്റ് കിട്ടി, ഞാൻ ടെസ്റ്റ് അറ്റൻഡ് ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ അത് എക്സ്പയർ ആയിപ്പോകും, ഞാൻ വീണ്ടും അപ്ലൈ ചെയ്യേണ്ടി വരും. അപ്പോൾ എന്ത് ചെയ്യുമെന്ന് ഞാൻ ആലോചിച്ചപ്പോൾ ലാസ്റ്റ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തീരുമാനത്തിലെത്തി. അതായത് എൻ്റെ ഹസ്ബൻഡ് ലീവിന് വരുന്നുണ്ട് നാട്ടിൽ. അപ്പോൾ എന്നോട് പറഞ്ഞു, നമുക്ക് നാട്ടിൽ ഡ്രൈവിംഗ് സ്കൂളിൽ പോയി ജോയിൻ ചെയ്യാം, നീ കുറച്ച് ദിവസം ലീവ് എടുത്തിട്ട് വാ. അങ്ങനെ ആകുമ്പോൾ എന്ത് ചെയ്യാം, ഡ്രൈവിംഗ് സ്കൂളിൽ പോകാൻ പറ്റില്ല, വീട്ടിൽ നിന്നാകുമ്പോൾ കൊണ്ടുപോകാനും കൊണ്ടുവരാനും ആളായി. അപ്പോൾ എനിക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യാം, ഡേറ്റ് എടുക്കുകയാണെങ്കിൽ ഈ എക്സ്പയർ ആകുന്നതിന് മുൻപേ ഒരു ഡേറ്റ് കിട്ടുവാണെങ്കിൽ ആ ഇഷ്യൂം സോൾവ് ആവും, അങ്ങനെ പറഞ്ഞു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അതിന് വേണ്ടി ഞാൻ ആദ്യം ഡേറ്റ് കിട്ടണമല്ലോ, ഞാൻ ഡേറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ സ്ലോട്ട് ബുക്ക് ചെയ്യാൻ വേണ്ടി നോക്കി. ആ ലാസ്റ്റ് ഡേറ്റ് കിട്ടി. അപ്പോൾ അത് എക്സ്പയർ ആകുന്നതിന് മുൻപേ ടെസ്റ്റ് ഡേറ്റ് എടുത്തു. ടെസ്റ്റ് ഡേറ്റ് എടുത്തതിൻ്റെ ഒരു ദിവസം കഴിഞ്ഞിട്ട് എൻ്റെ ഈ ഡേറ്റ് എക്സ്പയർ ആവും. ഞാൻ അപ്ലൈ ചെയ്ത ഇതിൻ്റെ ലൈസൻസ് എടുക്കാൻ വേണ്ടി അപ്ലൈ ചെയ്ത ആപ്ലിക്കേഷൻ ഡേറ്റ് ടെസ്റ്റ് ഡേറ്റ് കഴിഞ്ഞ ഒരു ദിവസം കഴിയുമ്പോൾ എക്സ്പയർ ആവും. ഈ രീതിയിലാണ് എനിക്ക് ഡേറ്റ് കിട്ടിയത്. അത് കഴിഞ്ഞ് ഓഫീസിൽ ലീവ് എടുക്കണം, അതാണ് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഒരു TLൻ്റെ അടുത്തോട്ട് ഒരു 1 വീക്ക് ലീവ് ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അപ്രൂവൽ കിട്ടില്ല, വഴക്കും കിട്ടും. അതുകൊണ്ട് എനിക്കൊരിക്കലും ഡയറക്റ്റ് എൻ്റെ കാര്യം പറയാൻ പറ്റില്ല. പിന്നെ ഉള്ളത് ലീവിന് വന്നു കഴിഞ്ഞാൽ പിന്നെ അതായത് എൻ്റെ ഹസ്ബൻഡ് നാട്ടിൽ ലീവ് വന്നു കഴിഞ്ഞാൽ എനിക്ക് എന്തായാലും ലീവ് എടുത്തേ പറ്റും, ഒരു 2-3 ഡേയ്സ്. അപ്പോൾ അതിൻ്റെ ഇതിൽ ഞാൻ ലീവ് എടുത്തു. ഞാൻ വീട്ടിലെത്തി, ഡ്രൈവിംഗ് ക്ലാസ്സിൽ ജോയിൻ ചെയ്തു. എന്നും രാവിലെ എന്നെ കൊണ്ടുപോകും ക്ലാസ്സിൽ. നമ്മൾ ഏതാണ്ട് ഒരു 6 സമയമൊക്കെ ആകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങും. ഗ്രൗണ്ടിലാണ് പോകുന്നത്. അവിടെ നിന്ന് ഇങ്ങനെ നമുക്ക് വണ്ടി ബാലൻസ് ആയി വരുന്നത് വരെ ആ ഗ്രൗണ്ടിന് ചുറ്റും ഓടിക്കും. അന്ന് കഴിഞ്ഞിട്ടാണ് പിന്നെ 8 എടുക്കാൻ വേണ്ടിയിട്ട് കമ്പി കുത്തി പഠിപ്പിക്കാം. അതാണ് അവരൊരു രീതി. അപ്പം ഞാൻ പോയി. മറ്റേ സ്കൂട്ടറോ അല്ലെങ്കിൽ മറ്റേ ഒരു മീൻ വിൽക്കുന്നൊരു വണ്ടിയില്ലേ, അതൊന്നും അല്ല കേട്ടോ, ബൈക്കായിരുന്നു. പക്ഷേ അതവർ സ്പീഡൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഇതാണ്. അങ്ങനെ അതിൽ ഗ്രൗണ്ടിന് ചുറ്റും ഓടിച്ചാണ് പഠിക്കുന്നത്. അത് ബാലൻസ് ചെയ്ത് ഓടിക്കണം. അങ്ങനെ അതിന് വേണ്ടിയിട്ട്
ഓടിച്ചോടിച്ച് അതിന് ബാലൻസ് ആയി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ എട്ടെടുക്കാൻ വേണ്ടിയിട്ട് കമ്പി കുത്തിയിട്ടുള്ള എട്ടെടുക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ ഞാൻ കമ്പി കുത്തിയിട്ടുണ്ട്, എനിക്ക് വഴങ്ങ് കിട്ടിയിട്ടുണ്ട്. പക്ഷേ അവിടെ ഒരുപാട് പേരുണ്ടായിരുന്നു, ഇങ്ങനെ ഹൗസ് വൈഫ് ആയിട്ടുള്ളവരും ഈവൻ എന്താ പറയുക പേരക്കുട്ടിയുള്ള ഒരു ലേഡി വരെ ഉണ്ടായിരുന്നു ആ ഒരു ലൈസൻസ് എടുക്കാൻ വേണ്ടിയിട്ട്. അതൊക്കെ ഒരു ഇൻസ്പിറേഷനാണ്. അപ്പോൾ ഞാൻ അങ്ങനെ അവരുടെ കൂടെ ഇങ്ങനെ എട്ടെടുത്ത് പഠിച്ച് 2-3 ക്ലാസ് ആ ഗ്രൗണ്ടിൽ പോയിട്ടോ. അത് കഴിഞ്ഞ് എന്നോട് പറഞ്ഞു ഇനി ടെസ്റ്റ് എടുക്കുന്ന ഗ്രൗണ്ടിൽ വന്നാൽ മതി. ഇത് വേറെ പഠിപ്പിക്കാനുള്ള ഒരു ഗ്രൗണ്ടാണ് കേട്ടോ, ടെസ്റ്റ് എടുക്കുന്ന ഗ്രൗണ്ട് വേറെയാണ്. ആ ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് കുറച്ച് പോയാൽ മതി. അപ്പോൾ ഞാൻ ഗ്രൗണ്ടിൽ വന്നാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവർ അവിടുന്ന് ഡ്രൈവിംഗ് ടെസ്റ്റ് നടക്കുന്ന ഗ്രൗണ്ടാണ്. അപ്പോൾ ടെസ്റ്റൊക്കെ കഴിഞ്ഞ് ഗ്രൗണ്ട് ഫ്രീ ആകുമ്പോൾ എന്നെ വിളിക്കും, ഞാൻ ആ സമയത്ത് പോകണം, എന്നിട്ട് എടുക്കാൻ പഠിപ്പിക്കും. അങ്ങനെയായിരുന്നു ആ ഒരു രീതി. പിന്നെ എൻ്റെ ഒരു ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റീടെസ്റ്റ് എടുക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സപ്പോസ് ഞാൻ ഈ അറ്റംപ്റ്റിൽ ഫെയിൽ ആയാൽ എനിക്ക് റീടെസ്റ്റ് എടുക്കണം. പക്ഷേ എൻ്റെ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ടെസ്റ്റ് കിട്ടിയ ഡേറ്റ് നിന്ന് ഒരു ഡേ കഴിഞ്ഞാൽ എൻ്റെ ആപ്ലിക്കേഷൻ ഡേറ്റ് എക്സ്പയർ ആവുകയാണ്. അപ്പോൾ പിന്നെ എനിക്ക് റീടെസ്റ്റ് എടുക്കാൻ പറ്റില്ല. റീടെസ്റ്റിൻ്റെ ഡേറ്റ് എക്സ്പയർ ഡേറ്റ് കഴിഞ്ഞിട്ടേ പിന്നെ എനിക്ക് റീടെസ്റ്റിൻ്റെ എന്തെങ്കിലും ഡേറ്റ് കിട്ടുള്ളൂ. അപ്പോൾ അതൊരു പ്രശ്നമാണ്. അതായത് എങ്ങനെ ഫസ്റ്റ് അറ്റംപ്റ്റ് ഫെയിൽ ആയാൽ സെക്കൻഡ് അറ്റംപ്റ്റിന് എനിക്ക് പറ്റില്ല, എൻ്റെ അപ്പോഴത്തേക്ക് എക്സ്പയർ ആവും, ഞാൻ പിന്നെ അപ്ലൈ ഒക്കെ വരേണ്ടി വരും. ആ ഒരു സംഭവം മുന്നിലുള്ളത് കൊണ്ട് തന്നെ എങ്ങനെയും ഈ ഫസ്റ്റ് അറ്റംപ്റ്റിൽ കിട്ടണം എന്നുള്ളൊരു ഇതായിരുന്നു മൊത്തത്തിൽ. അപ്പോൾ 3 days ലീവ് പറഞ്ഞാൽ ഞാൻ ഓഫീസിൽ വന്നത് നോക്കണം. ഞാൻ 3 days കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും ലീവ് എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടി വിളിച്ചു പറഞ്ഞു. എനിക്ക് കുറച്ച് വഴക്കം കിട്ടി. പക്ഷേ വേറെ നിർത്തിയില്ല. ഇതിപ്പോൾ എൻ്റെ ഒരു ക്രൂഷ്യൽ സ്റ്റേജാണ്, എനിക്കിപ്പോൾ ലീവ് എടുത്തേ പറ്റുള്ളൂ. ഞാനിപ്പം സാറ്റർഡേ സൺഡേ ഓൾറെഡി ഓഫാണ്. അപ്പം 2 ദിവസം കൂടി ലീവ് എടുത്താൽ എനിക്ക് 4 ദിവസം അടുപ്പിച്ച് ലീവ് കിട്ടുമല്ലോ. ആ ഒരു പ്ലാനിങ്ങിലാണ് ഞാനുള്ളത്. അപ്പോൾ പറഞ്ഞ് എൻ്റെ ടെസ്റ്റ് ഡേറ്റ് എത്തി. ഞാനും ഹസ്ബൻഡ് കൂടി രാവിലെ തന്നെ ഗ്രൗണ്ടിൽ എത്തിയിട്ടുണ്ട്. ഞങ്ങൾ വീടിനടുത്താണ്, കുറച്ചടുത്താണ്. അപ്പോൾ രാവിലെ തന്നെ ഞങ്ങൾ ഗ്രൗണ്ടിലെത്തി. ടെൻഷൻ അടിച്ചും കൂടെ അതിൻ്റെ ഏറ്റവും പീക്കിലാണ് ഇരിക്കുന്നത്. എന്നാൽ എൻ്റെ കൂടെ ഒരാളുള്ളതുകൊണ്ട് എനിക്ക് കുറേയൊക്കെ ഒരു സമാധാന വിശ്വാസം ഉണ്ട് കേട്ടോ. അങ്ങനെ ടെസ്റ്റ് അറ്റൻഡ് ചെയ്ത് ഞാൻ കമ്പ്യൂട്ടർ തട്ടാതെ അതിവിദഗ്ധമായി 8 എടുത്തു. അതൊരു സന്തോഷ നിമിഷമായിരുന്നു. അങ്ങനെ 8 കിട്ടി. അത് കഴിഞ്ഞ് അടുത്തത് റോഡ് ടെസ്റ്റാണ്. ദൈവഭാഗ്യത്തിന് അതും കിട്ടി. റോഡ് ടെസ്റ്റ് ഞാൻ പാസ്സായി. അങ്ങനെ എൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എനിക്ക് 2 വീലർ ലൈസൻസ് കിട്ടി. അതൊരു വലിയ സംഭവമായിരുന്നു. എനിക്ക് ഈ ലൈസൻസ് കിട്ടിയത് ഒരു വലിയ സംഭവമായിരുന്നു ഞാൻ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് അത്രയും പേടിയാണ്. അതായത് ഞങ്ങളുടെ വീട്ടിൽ 2 വീലർ വാങ്ങിയപ്പോൾ എന്നെ പഠിപ്പിക്കാൻ ശ്രമിക്കുകയാണ് കേട്ടോ എൻ്റെ ഹസ്ബൻഡ്. അപ്പോൾ എനിക്ക് നല്ല പേടിയാണല്ലോ. ഞാൻ പേടി അയ്യോ തട്ട് മുട്ടും എന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്നെ പഠിപ്പിക്കുമ്പോൾ തന്നെ സൈഡിൽ ഇവിടെ സിസ്റ്ററിനെ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷേ അവർക്ക് ഇത്രയും പേടികളായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ അവിടുത്തെ അമ്മയാണെങ്കിലും അതെ പറയും ഓടിക്കുക, ഇതിൻ്റെ വേണ്ടി റോഡിലൊക്കെ വണ്ടി ഓടിക്കാൻ മുറ്റത്ത് നിന്നാട്ടോ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ഓടിച്ച് റെഡിയാവും, എന്നിട്ട് വേണ്ട നമുക്ക് റോഡിൽ പോകാൻ, അങ്ങനെ അവർ പറയാം. അവിടെ ആരും അങ്ങനെ പേടിയെക്കുറിച്ച് പറയുന്നത് ഞാൻ കേട്ടിട്ടേ ഇല്ല. എന്നാൽ എനിക്കാണെങ്കിലോ ഭൂലോക പേടിയാണ്. പേടി കിട്ടിയത് എൻ്റെ വീട്ടിൽ നിന്ന് തന്നെയാണ്, എൻ്റെ അച്ഛൻ്റെ അമ്മേൻ്റെ അടുത്ത് തന്നെയാണ് എനിക്ക് പേടി കിട്ടിയത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് എനിക്ക് ലൈസൻസ് കിട്ടിയത്. 2 വീലറും 4 വീലറും കിട്ടിയതിൻ്റെ ഒരു സംഭവബഹുലമായ ഒരു യാത്രയാണ് ഇപ്പോൾ പറഞ്ഞത്. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.